അസ്സാലിസു ആറാമത്തെ തെളിവ് അന്നൽ മൗലിദ് ഷരീഫ നബിതങ്ങളെ സംബന്ധിച്ചുള്ള മൗലിദ് ഷരീഫ് യഷ്മലു അലാ ദിക്രി മൗലിദിഹി ഷരീഫി മുത്തുനബി തങ്ങളുടെ ജന്മദിനം സംബന്ധിച്ചുള്ള എന്തൊക്കെയുണ്ടോ അതുമായി പറയുക, അതിനെ ചുറ്റിയതും മുഅ്ജിസാത്തി നബിതങ്ങളുടെ അമാനുഷിക ശക്തിയുടെ കൈവന്താണെന്ന് പറയുക, സീറത്തി നബിതങ്ങളുടെ നടപടിക്രമങ്ങൾ എന്തായിരുന്നു അത് പറയുക, ഇതിന്റെ മേൽ ചുറ്റിയതാണ്. അതുപോലെ തന്നെ തഅരീബി അതിനെ കൊണ്ട് പരിചയപ്പെടുത്തുക എന്നിത്യാദി കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഒരു ഷരീഫ്. അവലസ്ന മഅമൂരീന ബിമഅരിഫത്തിഹി മുത്തുനബി തങ്ങളെ അറിയണം എന്നതുകൊണ്ട് നമ്മളോട് ആജ്ഞാപിക്കപ്പെട്ടവരിൽ നമ്മൾ അവനവരെ കുറിച്ച് ശരിക്കും അറിയണ്ടേ. മുതാലബീന ബിൽ ഇഖ്തിദാഇ മുത്തുനബി തങ്ങളോട് പിൻപറ്റണം എന്നതുകൊണ്ട് നമ്മൾ തേടപ്പെട്ടവരല്ലേ. മുത്തുനബി തങ്ങളുടെ കർമ്മങ്ങളുമായി പിൻപറ്റേണ്ടവരല്ലേ നമ്മൾ, അതുകൊണ്ടും വൽ ഈമാനി ബി മുഅ്ജിസത്തിഹി നബി തങ്ങളുടെ അമാനുഷിക ശക്തികളെ കൊണ്ട് വിശ്വസിക്കണം എന്നതുകൊണ്ടും തസ്ദീഖ് ബി ആയാതി മുത്തുനബി തങ്ങളെ അറിയിക്കുന്ന എന്തെല്ലാം ആയത്തുകളുണ്ടോ അതുകൊണ്ട് വാസ്തവമാക്കുക എന്നതിന്റെ മേൽ കൽപ്പിക്കപ്പെട്ടവരല്ലേ. കുതുബുൽ മൗലിദി തുഅദ്ദി ഹാദൽ മഅന തമാമ അങ്ങനെ മൗലിദിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിച്ചാലും ആ ഗ്രന്ഥങ്ങളൊക്കെ ഈ പറഞ്ഞ സംഗതികൾ മുഴുവനും എന്താവുന്നു പൂർത്തിയാക്കി വീട്ടിൽ തരുന്നതുമല്ലേ. ഇതാണ് ആറാമത്തെ തെളിവ്. അപ്പൊ അതിന്റെ തെളിവായിട്ട് പറയേണ്ടതും എന്താണ്, ഇങ്ങനെയെല്ലാം കൂടിയിരുന്ന് പറയുക നല്ല കാര്യമല്ലേ, എനിക്ക് തെളിവാ. അസ്സാബിഉ ഏഴാമത്തെ തെളിവ് അന്ന തഅലീമഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ അല്ലേ. ആ ആദരവും പിന്നെ മശ്റൂഅ ശറഅക്കപ്പെട്ടതല്ലേ. മുത്തുനബി തങ്ങളെ ആദരിക്കുക എന്നുള്ളത് ശറയിൽ പറഞ്ഞ കാര്യമാണ്. വൽ ഫറഹു ബിയൗമി മീലാദിഹി ശരീഫി മുത്തുനബി തങ്ങൾക്ക് ജന്മം നൽകിയ പുണ്യദിനം അതുകൊണ്ടുള്ള സന്തോഷം അതെങ്ങനെ ബിഇദ്ഹാരി ശുറൂരി സന്തോഷം പ്രകടിപ്പിക്കൽ കൊണ്ടല്ല അതുണ്ടാകുള്ളൂ. വലായിമി സദ്യകൾ ഒരുക്കുക, വലിജിത്തിമായി ദിക്രി അത് ഓർക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടുക, ഇക്റാമിൽ ഫുഖറായി സാധുക്കളെ ആദരിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മീൻ അൽകരീം അല്ലാഹിൽ തഅലീമി മുത്തുനബി തങ്ങളെ ആദരിക്കുക എന്ന് പ്രകടമാവുന്ന കാര്യത്തിൽ ഏറ്റവും പ്രകടമാവുന്ന ഒന്നല്ലേ. അവിടെ സദ്യ ഉണ്ടാക്കുന്നു, എല്ലാവരും മൗലൂദ് ഓതുന്നു, ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയല്ലേ. അതുപോലെ തന്നെ സന്തോഷം, ആ സന്തോഷം പ്രകടിപ്പിക്കൽപ്പെട്ടതുമല്ലേ. അള്ളാഹുവിന്റെ ചൊവ്വായ പാതയിലേക്ക് എന്തായും നമ്മളെ ചേർത്തി തന്നല്ലോ, അത് കാരണം അള്ളാഹ്ക്ക് നന്ദി രേഖപ്പെടുത്തലും കൂടിയല്ലേ ഇതിനൊക്കെ ഉള്ളത്. അതിൽ പെട്ടതാണല്ലോ ഇതൊക്കെ. അലൈഹി മുത്തുനബി തങ്ങളുടെ മേൽ അള്ളാഹു തആല ഗുണം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെ കൊണ്ടും നമ്മൾ വിളിച്ചു പറയുകയാണുള്ള മൗലൂദിലുള്ളത്. അതെന്തിനാലാണ് മിൻ ബിഇസത്തിഹി അലൈഹി അഫ്ളലുസ് സ്വലാത്തി വതസ്ലീം മുത്തുനബി തങ്ങളെ നബിയെ നിയോഗിച്ചു. ഇതൊക്കെ തന്നെ മൗലൂദിലെ കിതാബിലുള്ളൂ. ഇതും തെളിവല്ലേ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഒരുമിച്ചുകൂടി ഓതാം. അസ്സാമിന് എട്ടാമത്തെ തെളിവായിട്ട് പറയാനുള്ളത് അന്നൽ മൗലിദ അംറൻ ഇസ്തഹ്സനഹു അൽ ഉലമാഉ വൽ മുസ്ലിമൂന ഫി ജമീഇൽ ബിലാദ് എല്ലാ നാടുകളിലും മുസ്ലിങ്ങളും പണ്ഡിതന്മാരും നല്ലതായി കണ്ടൊരു കാര്യമാണ് മൗലിദ്. ആരും അത് വെറുത്തിട്ടില്ല. വജറാ ബിഹിൽ അമലു ഫി കുല്ലി സഖിൻ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ നഗരങ്ങളിലും എല്ലാ വേദികളിലും ഇതുകൊണ്ട് അമല് നടന്നു വരുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ മത്ലൂബുൻ ശർഅൻ അത് ശർഇൽ തേടപ്പെട്ടൊരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് ഫിൽ ഖായിദത്തി അൽ മൗഖൂദത്തി മിൻ ഹദീസ് ഇബ്നു മസ്ഊദ് അൽ മൗഖൂദ് മൗഖൂഫായ ഒരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതാണ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങളാണ്. അതിന് പിടിച്ചെടുത്തൊരു ഖായിദയുണ്ട്. ആ ഖായിദ പ്രകാരം നോക്കുമ്പോൾ നല്ല കാര്യമല്ല. അതെന്താ, മാ റആഹുൽ മുസ്ലിമൂന ഹസൻ വ ഇൻദല്ലാഹി ഹസൻ മുഅ്മിനീങ്ങൾ എല്ലാവരും നല്ല കാര്യം കണ്ടത് അതാ മുസ്ലിങ്ങൾ നല്ലതായി കണ്ട കാര്യമൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നല്ലത് തന്നെയാണ്. ഒമാ റആഹുൽ മുസ്ലിമൂന
കബീഹൻ പോവ എന്തല്ലാഹ് കബീഹുൻ, മുഅ്മിനീങ്ങള് മോശമായി കണ്ടത് ഏതൊക്കെയുണ്ടോ അതൊക്കെ അള്ളാന്റെ അടുക്കലും മോശമല്ലേ? അപ്പൊ മൗലിദ് എല്ലാവരും നല്ലതായി കണ്ട കാര്യമാണ്, അത് അള്ളാന്റെ അടുക്കൽ നല്ല കാര്യമാണ്, അത് തെളിവാണ്, അക്കലിയ തെളിവന്നില്ല. അതൊക്കെ അഹമ്മദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്താസിഉ 50-ാമത്തെ തെളിവ് അന്നൽ മൗലിദ ഇജ്തിമാഉ ദിക്രിൻ വ സദഖത്തിൻ വ മഅദിൻ വ തഅലീമിൽ ജനാബിൽ നബവി, മുത്തുനബി തങ്ങളെ ആദരിച്ചുകൊണ്ടുള്ള ആദരിക്കുക, പുകഴ്ത്തുക, ധർമ്മം ചെയ്യുക, ദിക്ർ ചൊല്ലുക ഇത്യാദി കാര്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒന്നാണുള്ള മൗലിദ് അല്ലേ? എല്ലാവർക്കും തർക്കമൊന്നുമില്ല. പോവ സുന്നത്തുൻ, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് സുന്നത്താണല്ലോ. വാദിഹി ഉമൂറുമത്തുലുബത്തുൻ ശറൻ, ഇസ്ലാമിലെ തേടപ്പെട്ട കാര്യവുമല്ലേ? അപ്പൊ മംദൂഹത്തുൻ, അത് വാഴ്ത്തപ്പെട്ടതുമാണല്ലോ. വജാഅത്തിൽ ആസാറു സഗീഖത്തു ബിഹാ വൽ ഹസ്സി അലിഹാ, ഇങ്ങനെ ചെയ്യണമെന്ന് പ്രേരണ കൊണ്ടും അതുപോലെ തന്നെ ഇത്യാദി കാര്യങ്ങളെ കൊണ്ട് ശരിയായ ഹദീസും വന്നതാണല്ലോ. ആ തെളിവിന്റെ അടിസ്ഥാനത്തിലും മൗലിദ് നിഷേധിക്കാൻ കഴിയില്ല, നല്ലത് തന്നെയെന്ന് കണ്ടെത്താം. അൽ ആശിറു, ഇനി 10-ാമത് തെളിവായിട്ട് പറയാനുള്ളത് ലൈസ കുല്ലു മാലം യഫ്അലുഹു സലഫു വലൻ യകും ബിസ്വദിൽ അവലി ഫഹുവ ബിദ്അത്തുൻ മുൻകറത്തുൻ സയ്യിഅത്തുൻ, മുൻകാലക്കാർ ചെയ്യാത്ത ആദ്യ കാലഘട്ടങ്ങളിൽ ഒന്നുമില്ലാത്ത എല്ലാ കാര്യങ്ങളും ബിദ്അത്തും മുൻകറത്താണെന്നുണ്ടോ? ഇല്ല. അതിനെ യഹ്റുമു അലൈഹ ഫീലുഹ, അതിന്റെ പ്രവർത്തിക്കൽ ഹറാമാകും. വയജിബുൽ ഇൻകാറു അലൈഹ, അത് ഇൻകാർ നിർബന്ധമാകും. അങ്ങനത്തെ ബിദ്അത്തും മുൻകറത്തൊന്നും സലഫു സാലിഹ് ചെയ്യാത്തത് കൊണ്ട് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ആദ്യകാലങ്ങൾ ഇല്ല എന്നതുകൊണ്ട് അത് ബിദ്അത്തും മുൻകറത്തും സയ്യിഅത്താണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ബൽ പിന്നെയോ യജിബു, നിർബന്ധമാവും. എന്ത്? ഇവിടെ എന്തൊക്കെ പുതുതായി നിർമ്മിക്കപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശറഈയ ദലീലുമായി വെളിപ്പെടുത്തേണ്ട നിർബന്ധം. ഈ വസ്തവലഹു അല മസ്ലഹത്തിൻ, ഒരു നന്മയുടെ മേലിൽ എന്താണ് ചുറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വന്നാൽ, അങ്ങനെ ശറഈന്റെ തെളിവ് പ്രകാരം നോക്കുമ്പോൾ നല്ലതാണെങ്കിൽ വാജിബ് ചെയ്ത് വാജിബാണ്. അവല ഹറമിൻ, ഒരു ഹറാമായ കാര്യത്തിന്റെ മേലാണ്, മസ്ലഹത്തിന്റെ മേലല്ല ചുറ്റി നിൽക്കുക. ഹറാമുൻ, അത് ഹറാമാണ്. അവല മക്റൂൻ, അല്ലെ കറാത്തിന്റെ മേല ചുറ്റിയതെങ്കിൽ മക്റൂഹാണ്. അല മുബാഹാണെങ്കിൽ കാര്യം മുബാഹായി. മന്ദൂബ് കൊണ്ട് കിട്ടിയെങ്കിൽ മന്ദൂബാണ്. ഇങ്ങനെയാണ് പരിശോധിക്കേണ്ടത്. ഈ അടിസ്ഥാനത്തിൽ ശറയിൽ വെച്ച് പരിശോധിക്കുമ്പോൾ ശറഈയ ദലീൽ കൊണ്ട് സുന്നത്താണ്. അപ്പൊ മൗലിദ് സുന്നത്താണ്, കൂലുള്ള കാര്യമാണെന്ന് കിട്ടും. അൽ-ഹാദി അശറ, 11-ാമത്തെ തെളിവ് ഖാല ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു മാ അഹദസ വഖാലബ കിതാബൻ വസുന്നത്തൻ ഔ ഇജ്മാഅൻ ഔ വസറൻ, കിതാബിനോടും സുന്നത്തിനോടും ഇജ്മാഅിനോടും ഖിയാസിനോടും എതിരാവുകയും ചെയ്താൽ അങ്ങനെയുള്ളതാണെങ്കിൽ പോവൽ ബിദ്അത്ത്. ഇവിടെ പുതിയൊരു കാര്യമുണ്ട്, അത് ഈ പറഞ്ഞ 4 തെളിവുണ്ട്. ഇതിന് വിരുദ്ധമായിട്ടാണ് കാണുന്നതെങ്കിൽ പോവൽ ബിദ്അത്തുല്ലാലത്തു, തെറ്റിപ്പോയ വഴിവെച്ചു പോയ ബിദ്അത്താണത്. അമാ ഉഹദിസ മിനൽ ഖൈരി ലം യുഖാലിഫു ശൈഅൻ മിൻ ദാലിക വഹുവൽ മഹ്മൂദു, ഒരു കാര്യം നന്മയാണ്, നല്ലൊരു കാര്യമാണ്, അതെടുത്തു നോക്കുമ്പോ എന്താണ് ഈ പറയുന്ന കിതാബിനോടോ സുന്നത്തിനോടോ ഇജ്മാഅോടോ ഖിയാസിനോടോ എതിരില്ല, ആ രൂപത്തിലുള്ളതാണ് എങ്കിൽ ഓക്കെ, അത് മഹ്മൂദല്ലേ. മൗലൂദ് അങ്ങനെയാണല്ലോ, നല്ല കാര്യമല്ലേ, മഹ്മൂദായ കാര്യമാണ്. അപ്പൊ ശറഈൽ അത് തെളിവ് എതിർക്കാൻ മാത്രം തെളിവൊന്നുമില്ല. ബിദ്അത്താന്ന് പറഞ്ഞ തള്ളാൻ പറ്റില്ല, ബിദ്അത്തിന്റെ ഹസനത്താന്ന് വെക്കണം. അൽ അസാനി അശറ, 12-ാമത്തെ തെളിവ് അന്നൽ ഇഹ്തിഫാല ബിൽ മൗലിദി, മൗലിദ് കൊണ്ട് ഒരുമിച്ച് കൂടുക എന്നുള്ളത് ഇഹ്യാഉൽ ദിക്റിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളെ ഓർക്കുക എന്നൊരു കാര്യം അതിലുണ്ട്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഒരുമിച്ചുള്ളത്. ആ ഓർക്കൽ ഹയാത്താക്കുക എന്നതാണ് ഈ മൗലിദ് കൊണ്ടുള്ള സമ്മേളനം. വദാലിക മശ്റൂ ഇൻദനാ ബിൽ ഇസ്ലാമി, അത് സുന്നത്ത് ജമാഅത്തിന്റെ അടുക്കൽ ഇസ്ലാമിൽ എന്താ സറാകപ്പെട്ട കാര്യം തന്നെയല്ലേ. മരിച്ചുപോയ ആൾക്കാരെ ഹയാത്താക്കുവാൻ വേണ്ടി ഓർക്കുക എന്നുള്ള കാര്യം നല്ലതല്ലേ. അസാലിസ അശറ, 13-ാമത്തെ തെളിവ് ഇന്നമൽ മൗലിദു ഖല മിനൽ മുൻകറാത്തിൽ മദ്മുമത്തില്ലത്തി യജിബുൽ ഇൻകാറു അലൈഹി കൽ ഇഖ്തിലാത്തി റിജാലി ബിൻ നിസാഇ വഇർതികാബിൽ മുഹറമാത്തി വഗസറത്തിൽ ഇസ്റാഫി ഇമ്മാ ലാ യർളാ ബിഹി സ്വൈബുൽ മൗലൂദി ശരീഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള അമിതമായി കൂടി വരിക, ഹറാമായ കാര്യം പ്രവർത്തിക്കുക, സ്ത്രീ പുരുഷന്മാരി കൂടിക്കരുതുക എന്നിത്യാദി ഹറാമുകളുമായി വന്നു ചേർന്ന് ഏതെല്ലാം ഉണ്ടോ അതിനെ തൊട്ടെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നു എന്നാണ് മൗലിദ്. മൗലിദിൽ ഇങ്ങനെ കൂടിച്ചേരലില്ല, ഉണ്ടെങ്കിൽ തെറ്റാണ്.
അതുപോലെ തന്നെ ഹറാം പ്രവർത്തിക്കലില്ല, അമിതമായി ഒന്നും ചെയ്യലില്ലല്ലോ. അപ്പൊ മൗലിദ് തെറ്റാണെന്ന് ഈ 12 ഒരുപാട് തെളിവുണ്ട്. അത് പ്രധാനപ്പെട്ട് മാത്രം തെരഞ്ഞെടുത്ത് 13 ആക്കിയത്. ഈ 13 തെളിവിന്റെ അടിസ്ഥാനത്തിലും എന്തില്ല, തെറ്റാണെന്ന് പറയാൻ ആരെക്കൊണ്ടും കഴിഞ്ഞിട്ടില്ല. വേണ്ട, ഇവിടെ നേതാവാണല്ലോ ആര്? ഇബ്നു തീമിയ. എന്താ മൂപ്പര അഭിപ്രായം? അശ്ശൈഖ് ഇബ്നു തീമിയ ഫിൽ മൗലിദി, മൗലിദിന്റെ കാര്യത്തിൽ ഇബ്നു തീമിയ അഭിപ്രായപ്പെടുന്നു. എന്ത് അദ്ദേഹം പറയുന്നു? ഖദ് യുസാബു ബഅദുൻ നാസി അലാ ഫഅൽ മൗലിദി, ഇവിടെ മൗലിദ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം മൗലിദിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുമെന്നാണ് ഇബ്നു തീമിയ പറയുന്നത്. ഉമ്മഖാല, എന്നിട്ട് അദ്ദേഹം പറയുന്നു തഅ്ലീമുൽ മൗലിദി വത്തിഖാദു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅദുൻ നാസി, മൗലിദിനെ ആദരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ളതാ മൗലിദ്, അത് ആദരിക്കുന്നു. അത് സത്യസമ്മേളനമൊക്കെ ഉണ്ടാക്കി സദ്യകരിക്കുന്നുണ്ടാക്കുന്നു. അത് ചില ആൾക്കാരൊക്കെ ചെയ്യാറുമുണ്ട്. വയകൂനു ബിഹി അജ്റുൻ അദീം, അതിലൊക്കെ നല്ല വലിയ കൂലിയും ഉണ്ടെന്നാണ് ഇബ്നു തീമിയുടെ അഭിപ്രായം. ലിഹുസ്നി ഖസ്ദി, ഇതൊക്കെ ഉണ്ടാക്കിയത് അയാളെ കരുത്ത് നല്ലതല്ല, അതുകൊണ്ടാണ്. പിന്നെ തഅ്ലീമിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുകൊണ്ടെല്ലാം ഹബീബ നബി തങ്ങളെ ആദരിക്കുക എന്നുള്ളതും കൂടിയുണ്ട്. കേവലം ഇത്രയും തെളിവ് പറഞ്ഞ് രാഷ്ട്ര ഇബ്നു തീമിയ പോലെ പറഞ്ഞ ആ ഒരു ബുദ്ധിയോട് അംഗീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളൊന്ന് അടങ്ങിയിരുന്നുകൊണ്ട് മൗലിദ് ഓതുന്നത് എത്ര നന്നായിരുന്നേനെ. അപ്പൊ അവർക്ക് ഒരു വാദമുണ്ട്. ആ വാദം സ്ഥിരീകരിക്കാൻ പറ്റുന്ന കുറച്ചുകൊണ്ട് കണ്ടെത്തും. അപ്പോഴേ ഇബ്നു തീമിയ പറ്റി എടുക്കുള്ളൂ. ഇത്തരം കാര്യം ഇബ്നു തീമിയ പറഞ്ഞ അവർക്ക് ഇബ്നു തീമിയ വേണ്ട. അപ്പൊ എന്താണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ളത്? ഈ പറഞ്ഞ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെറ്റും ആർക്കൊന്നും പറയാൻ പറ്റില്ല, മൗലിദ് നല്ലതാണ്. പക്ഷെ പരിഷ്കാരികൾക്കും പുത്തൻ ചിന്താഗതിക്കാർക്കും ഇത് യോജിക്കൂല മാത്രം. അവർക്ക് വേണ്ട, അതിന്റെ ഹള്ള അവർക്ക് കിട്ടിയിട്ടില്ല, അതിനുള്ള ഭാഗ്യം അള്ളാഹ്ക്ക് കൊടുത്തിട്ടില്ല, തൗഫീഖില്ല എന്നേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സുന്നികളായ നമുക്ക് അള്ളാഹു തആല തൗഫീഖ് തന്നു. അൽഹംദുലില്ലാഹ്, ഇനിയും അത് നിലനിർത്തി അതേ വിശ്വാസത്തിൽ ജീവിച്ചു പോകുവാനും മരിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണറിയോ? അസ്റക്ക് ചെല്ലുമ്പോ മഹാനായ നബി തങ്ങളെ പ്രസവിച്ച സമയം കണ്ട് പറയുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കുന്നു. ആ എണീറ്റ് നിൽക്കുന്നതിനെ പറ്റിയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതിൽ പറഞ്ഞ കാഴ്ചകൾ? അതാണ് ഇനി തൊട്ടടുത്ത് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഏകദേശം എന്റെ അഭിപ്രായ പ്രകാരം, ഞാൻ കണ്ടെത്തിയ പ്രകാരം ഒരു 2-3 ക്ലാസ്സോടുകൂടി ഞാൻ ഈ ക്ലാസ് നിർത്തും. പിന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്.